എല്ലാ ഭാഗവത ബന്ധുക്കൾക്കും നമസ്കാരം. 12 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞമാണ് നമ്മുടെ ഈ ക്ഷേത്ര അങ്കണത്തിൽ വെച്ച് ആരംഭിച്ചിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തെ പല രീതിയിൽ യജ്ഞങ്ങളായിട്ട് നടത്താറുണ്ട്. പ്രധാനമായിട്ടും നമുക്കറിയാം, ശ്രീമദ് ഭാഗവതം സപ്താഹയജ്ഞമായിട്ടാണ് അനവധി സ്ഥലങ്ങളിൽ നടന്നു വരുന്നത്. അപൂർവം സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ ഭാഗവതത്തെ സത്രമായിട്ട് നടത്താറുണ്ട്. 9 ദിവസങ്ങളിലായിട്ടും 12 ദിവസങ്ങളിലായിട്ടും ഒക്കെ പല സ്ഥലങ്ങളിലും നടന്നു വരുന്നുണ്ട്. ഇനി ശ്രീമദ് ഭാഗവതം തന്നെ സപ്താഹമായിട്ട് നടത്തുമ്പോഴും ഒരു സത്രം പോലെ, ഒരു സത്രം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു യജ്ഞം എന്നൊക്കെ പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും 3 ഘടകങ്ങൾ ചേരണം എന്നാണ് പറയുക. ഒന്ന്, ആ യജ്ഞം നടക്കുന്ന അല്ലെങ്കിൽ സത്രം നടക്കുന്ന ആ സ്ഥലത്ത് ഈശ്വര പൂജ ഉണ്ടാവണം. നമുക്കറിയാം, നമ്മുടെ യജ്ഞവേദിയിൽ വളരെ ഭംഗിയായിട്ട് ഭഗവാന്റെ മനോഹരങ്ങളായിട്ടുള്ള വിഗ്രഹങ്ങളൊക്കെ വെച്ച് ഭഗവാനെ നമ്മൾ പൂജിക്കുന്നുണ്ട് ദിവസവും. അതേപോലെ സത്സമാഗമം ഉണ്ടാവണം എന്ന് പറയാറുണ്ട്. സത്സമാഗമം എന്ന് പറയുമ്പോൾ സജ്ജനങ്ങൾ ധാരാളം ആ യജ്ഞത്തിലേക്ക് പങ്കെടുക്കാനായിക്കൊണ്ട് എത്തിച്ചേരണം. ഇവിടെ അതും അനവധി ആളുകൾ യജ്ഞത്തിൽ പങ്കെടുക്കാനായിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതേപോലെ സതുപദേശങ്ങൾ അവിടെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും എന്നാണ്. ഭാഗവതാദി പുരാണങ്ങളും മറ്റ് ശാസ്ത്രങ്ങളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഉള്ള സതുപദേശങ്ങളൊക്കെ, ഭഗവത് കഥകളൊക്കെ ഇങ്ങനെയുള്ള യജ്ഞങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. നമുക്ക് അതൊക്കെ സ്വീകരിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഇങ്ങനെ പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണ് ഒരു യജ്ഞത്തിൽ വേണ്ടത്. ഇത് 3ഉം നമ്മുടെ ഈ യജ്ഞവേദിയിൽ ചേർന്നിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇതൊരു മഹത്തായിട്ടുള്ളൊരു യജ്ഞമാണ്, സത്രം കൂടിയാണ് അല്ലേ. ശ്രീമദ് ഭാഗവത സത്രം 12 ദിവസങ്ങളിലായിട്ട് എത്രയോ ഭാഗവത ആചാര്യന്മാർ വന്ന് അവർ മനസ്സിലാക്കിയ ശ്രീമദ് ഭാഗവതത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. പല ആളുകളും ഭാഗവതം പഠിക്കുന്നവരായിട്ടുണ്ട്, പഠിച്ചവരായിട്ടുണ്ട്. അവരൊക്കെ ഭാഗവതത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാവുക പല രീതിയിലായിരിക്കും. എല്ലാവരും ഒരേ രീതിയിലായിക്കൊള്ളുന്നില്ല. ശ്രീമദ് ഭാഗവതത്തെ പല രീതിയിൽ അവതരിപ്പിക്കാറുണ്ട് പല ആചാര്യന്മാരും. അപ്പോൾ കഴിഞ്ഞ ഒരു സപ്താഹവേദിയിൽ വെച്ച് കേട്ടതുപോലെ ആവില്ല അടുത്ത സപ്താഹവേദിയിൽ ചെന്നാൽ നമ്മൾ കേൾക്കുക. അവർ ഓരോരുത്തരും അവരവർക്ക് മനസ്സിലാക്കിയതിനെ പറയുകയാണ് ചെയ്യുക. അതല്ലേ സൂതൻ പൗരാണികൻ പോലും അതാ പറഞ്ഞത് അല്ലേ. ശൗനകാദികളോട് എന്താ പറഞ്ഞത്? യഥാമതി, എനിക്ക് മനസ്സിലായതിനെ എൻ്റെ ബുദ്ധിക്കും ശക്തിക്കനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം എന്നാണ് സൂതൻ പോലും പറഞ്ഞിരിക്കുന്നത്. അതന്നെ എല്ലാ ആളുകൾക്കും പറയാനായിട്ടുള്ളൂ. എന്താണോ നമ്മൾ മനസ്സിലാക്കിയത് അതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പം അതിനാദ്യം എന്താ ചെയ്യേണ്ടത്? കേൾക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ്. എല്ലാവരുടെയും ജീവിത ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് എന്നറിയാം. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ചെയ്യേണ്ട അല്ലെങ്കിൽ ആദ്യത്തെ സോപാനം എന്നുള്ളത് ഏതാണ്? ശ്രവണം എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രഹ്ലാദനാണ് അല്ലേ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, ഇങ്ങനെ 9 സോപാനങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സപ്തമസ്കന്ധത്തിൽ ഇനി അത് കേൾക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ എന്താണ്? ശ്രവണം എന്നുള്ളതാണ്, കേൾക്കുക എന്നുള്ളത്. ഞാൻ കുറേ തവണ കേട്ടുവല്ലോ, പോരാ, ഇനിയും കേട്ടുകൊണ്ടിരിക്കുക. കാരണം കേൾക്കാനായിട്ട് ആർക്കും താല്പര്യമില്ല. അതന്നെ ശരിയല്ലേ? കേൾക്കാൻ ഇപ്പോൾ 2 പേര് തമ്മിൽ സംസാരിക്കുകയാണെന്ന് വിചാരിക്കും.
രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണതാണ് അല്ലേ. ഇപ്പം ഞാൻ വേറൊരാളോട് പറയണത് അയാൾ കേൾക്കില്ല, അയാൾ എന്നോട് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ സമയത്ത് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ പറയണത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ പറയണത് കേൾക്കാൻ അയാൾക്കും താല്പര്യമില്ല, കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. അപ്പോൾ കേൾക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ 12:30 മണിയായി കഴിഞ്ഞാൽ ഇവിടെ നിർത്തും. ഈ 12:30 മണി വരെ നിങ്ങളവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇരുന്ന് കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ത്യാഗമാണ്. ഇവിടെ എന്താണോ പറഞ്ഞത് അത് കേട്ടിരിക്കണ്ടേ, എളുപ്പമല്ല. വലിയൊരു ത്യാഗം ചെയ്യലാണ് ശരിക്കും ഈ കേൾക്കുക എന്ന് പറയണത്. കാരണം ഒരു 20 മിനിറ്റിൽ കൂടുതലൊന്നും ആർക്കും കേട്ടിരിക്കാനായിട്ട് സാധിക്കില്ല. കൂടിയാൽ 20 മിനിറ്റ്. ഒരു വിദ്യാലയത്തിൽ തന്നെ നോക്കിക്കോളൂ, ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, 1 അവർ എന്നാണ് പറയുക അല്ലേ. ഒരു ക്ലാസ്സിന് 1 അവർ എന്നാണ് പറയുക. പക്ഷേ ഈ ഒരു മണിക്കൂർ മുഴുവൻ അധ്യാപകൻ അഥവാ അധ്യാപിക ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ അടുത്ത് എന്നോ അടി കിട്ടിയിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ ഇടയിൽ ആ അധ്യാപകൻ എന്തൊക്കെ പല പല കാര്യങ്ങളും അല്ലേ, കുട്ടികളെ അവിടെ ഇരുത്താൻ വേണ്ടിയിട്ട് കുട്ടികളെയൊക്കെ ഒന്ന് അഭിനന്ദിച്ചുകൊണ്ട് അവരോടൊരു സന്തോഷം ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലേ, അങ്ങനെ ആയാലേ അവിടെ ഇരുത്താൻ പറ്റുള്ളൂ കുട്ടികളെ. ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് ഒരു 20 മിനിറ്റ് ആ അധ്യാപകൻ എന്ത് ചെയ്യണത്, ആ വിഷയസംബന്ധിയായിട്ടുള്ളത് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയല്ലേ പതിവ്? നേരെ മറിച്ച് 1 മണിക്കൂർ ഇയാൾ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിലോ, വിഷയാധിഷ്ഠിതമായിട്ട് സംസാരിക്കുകയാണെങ്കിലോ, പിന്നെ അധ്യാപകനെ അഥവാ അധ്യാപികയെ കണ്ടാൽ കുട്ടികൾക്ക് ദേഷ്യം വരാൻ തുടങ്ങും. അടുത്ത അവർ ആ അധ്യാപകൻ്റെ ആണോ എന്ന് വിചാരിക്കുമോ, അയാളങ്ങോട്ട് വരണ കണ്ടാ പറയും വരുന്നുണ്ട് കാലമാടൻ എന്നാണ്. ഇത്രയുണ്ട്, പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ കേൾക്കുക എന്നുള്ളത് എളുപ്പമല്ല. അപ്പോൾ വലിയൊരു ത്യാഗമാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭഗവത് കഥകളെ നിരന്തരമായിട്ട് കേൾക്കണം എന്നർത്ഥം. കേട്ടതിനെന്ത് ചെയ്യണം? കീർത്തിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ക്രമേണ ചിന്തിക്കുക, വിചാരം ചെയ്യുക എന്നർത്ഥം. ഭഗവത് കഥകളെ വിചാരം ചെയ്യുമ്പോഴാണ്, കേട്ട് കീർത്തിച്ച് വിചാരം ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവണത്, ആ കഥയുടെ ആശയത്തെ നമ്മുടെ ഉള്ളിലേക്ക് വന്നു ചേരുന്നത്, നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ പറയുമ്പോൾ പറയും ഇത് വെറും കഥയൊന്നുമല്ല എന്നൊക്കെ പറയും. ഈ കഥയുടെ താല്പര്യത്തെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്നൊക്കെ പറയും. പക്ഷേ ഈ ശ്രീമദ് ഭാഗവതത്തെ എടുക്കുകയാണെങ്കിൽ ഒരു കഥ പറഞ്ഞ് ആ കഥയുടെ താല്പര്യം ഇന്നതാണ് എന്ന് എല്ലാ കഥയ്ക്കൊന്നും പറഞ്ഞിട്ടില്ല. 2 സ്ഥലത്ത് തന്നെ അത് പറഞ്ഞിട്ടുള്ളൂ. ഒരു കഥ പറഞ്ഞ് അതിൻ്റെ താല്പര്യം ഇന്നതാണ് എന്ന് 2 സ്ഥലത്തേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, നമ്മളിപ്പോൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്കന്ധം, ഏതാത്? 4th സ്കന്ധം. അതിൻ്റെ അവസാന ഭാഗത്ത് മോക്ഷം എന്നൊരു പുരുഷാർത്ഥത്തെ പ്രതിപാദിക്കുന്ന പുരഞ്ജനോപാഖ്യാനം എന്നൊരു ചരിത്രം കേൾക്കാം. ആ കഥ 4 അധ്യായങ്ങളെ കൊണ്ട് കഥയെ വർണ്ണിച്ച് ഒരു അധ്യായത്തെ കൊണ്ടാണ് ആ കഥയുടെ താല്പര്യത്തെ പറഞ്ഞു തന്നത്. പിന്നെ അടുത്ത സ്കന്ധത്തിലേക്ക്, 5ാം സ്കന്ധത്തിലേക്ക് പ്രവേശിച്ചാൽ ഒരധ്യായത്തിൽ ഭവാടവി വർണ്ണനം ചെയ്തു. നമ്മൾ ഈ ജീവിതം ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത് ഏതുപോലെയാണ്, കാട്ടിൽ ജീവിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരതയോഗീശ്വരൻ രഘുഗണ ചക്രവർത്തിക്ക് നൽകിയ ഒരു ഉപദേശമാണെന്ത്, ഭവാടവി എന്നുള്ളത്. ആ ഭവാടവിയെ പറഞ്ഞു കൊടുത്തിട്ട് ആ ഭവാടവിയുടെ താല്പര്യം എന്ത് എന്നുള്ളത് ഒരധ്യായത്തിൽ അതും പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വേണമെങ്കിൽ വേദവ്യാസന് പറയായിരുന്നു ഇന്നതിൽ നിന്ന് ഇന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ പറയായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ കണ്ടിരിക്കാനുള്ള കാരണം എന്താ? നിരന്തരമായിട്ടുള്ള ശ്രവണത്തിൽ കൂടിയും കീർത്തനങ്ങളെ കൊണ്ടും വിചാരം ചെയ്യുന്ന സമയത്താണ് ആ കഥയിൽ പറഞ്ഞിരിക്കുന്ന ആശയം എന്ത് എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരിക. അത് തെളിഞ്ഞു വരണില്ല എന്ന് വിചാരിക്കുമോ, അത് വരണത് വരെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുക, വന്നോളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? കേൾക്കണം. കേൾക്കണമെന്നാണ് ഏറ്റവും അധികം പ്രാധാന്യം ശ്രീമദ് ഭാഗവതത്തിന് കൊടുക്കുന്നത്. അപ്പോൾ എവിടെ ഇങ്ങനെയുള്ള യജ്ഞങ്ങളുണ്ടെന്ന് കേട്ടാലും പോയിരുന്ന് കേട്ടോളൂ.
ചിലപ്പോൾ പല വിഡ്ഢിത്താവും അയാൾ പറയുണ്ടാവുക, എന്നാലും കേൾക്കുക. കേൾക്കാനായിട്ട് ഒട്ടും സാധിക്കണില്ലെങ്കിൽ എനിക്ക് പൊക്കോളൂ, കുഴപ്പമില്ല. അപ്പോൾ ശ്രവണത്തിനാണ് വളരെയധികം പ്രാധാന്യം എന്നർത്ഥം. അപ്പോൾ പറഞ്ഞു വരണത്, നിങ്ങൾ 12:30 മണി വരെ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ത്യാഗമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ എഴുന്നേറ്റ് പൊക്കോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അയാൾക്ക് എന്താ തോന്നുക എന്നൊന്നും വിചാരിക്കണ്ട, ആവശ്യമായി എഴുന്നേറ്റ് പോവുക, കാര്യം കഴിഞ്ഞാൽ വരിക. ശ്രീമദ് ഭാഗവതം ഒരു വലിയ ഗ്രന്ഥമാണ്. നമുക്കറിയാം 12 സ്കന്ധങ്ങൾ, 12 സ്കന്ധങ്ങളിൽ കൂടി 335 അധ്യായങ്ങൾ, അല്ലേ?